ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രോസെഫലസിനെ കുറിച്ചാണ്. നമ്മുടെ ബ്രെയിനിലെ CF പ്രൊഡക്ഷൻ കൂടുന്നത് അല്ലെങ്കിൽ ഡ്രൈനേജ് മൂലം ബ്രെയിനിൻ്റെ എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇതിൻ്റെ കോസസ് ട്യൂമർ, ഇൻഫെക്ഷൻ, ഹെമറേജസ്, ട്രോമ. ഇനി ഇത് 2 ടൈപ്സ് ആണുള്ളത്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റിംഗ് എന്നാൽ സബ്രാക്നോയിഡ് സ്പേസിലുള്ള അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റ് വന്നിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി നോൺ കമ്മ്യൂണിക്കേറ്റീവിലാണെങ്കിൽ ദർ ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ ടു ഫ്ലൂയിഡ് വെൻട്രാക്കുലർ സിസ്റ്റം. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അസസ്മെൻറ്റ് ആൻഡ് ഫൈൻഡിങ്സ് നോക്കാം. ഇൻഫാൻറ്റ് ആൻഡ് ചൈൽഡിനും വേറെ വേറെ അസസ്മെൻ്റ് ആയിരിക്കും. ഇൻഫാൻസിലാണെങ്കിൽ ഇൻക്രീസ്ഡ് ഹെഡ് സർക്കംഫറൻസ്, മാക്യുസൈൻസ്, ആൻറ്റീരിയർ ഫ്രണ്ടൽ ബൾജിങ്, ഡയലേറ്റഡ് സ്ക്ലാപ്പ് വെയിൻ, ഫ്രണ്ടൽ ബോസിങ്, സാറ്റിൻ ഗ്ലൗഡ് ഐസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചൈൽഡിലാണെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് സച്ച് ആസ് ഇറിറ്റബിലിറ്റി ആൻഡ് ലെതാർജി, ഹെഡേക്ക്, ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ക്രൈയിങ്, നോഷിയ, വോമിറ്റിംഗ്, ചാൻസസ് ഓഫ് സീഷേഴ്സ്. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. വെൻട്രിക്കുലാർ പെരിറ്റോണിയൽ ഷണ്ട്, അതായത് നമ്മുടെ പെരിറ്റോണിയത്തിലേക്ക് CFനെ ഡ്രെയിൻ ചെയ്യുക. വെൻട്രിക്കുലാർ ആട്രിയൻ ഷണ്ട്, അതായത് നമ്മുടെ റൈറ്റ് ആട്രിയത്തിലേക്ക് CFൻ്റെ ഡ്രെയിൻ ചെയ്യുന്നു. എൻഡോസ്കോപ്പിക് വെൻട്രിക്കുലാർ എക്ടമി ഓപ്പൺ ചെയ്ത് ഡ്രൈനേജ് ചെയ്യുന്നു. ഇനി പ്രീ ഓപ്പറേറ്റീവ് കെയർ എന്താണെന്ന് നോക്കാം. അവർക്ക് വേണ്ട ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകുക. ഹെഡർ പൊസിഷൻ ഫ്രീക്വൻറ്റ് ചെയ്യണം. യൂസ് കംഫർട്ട് മാറ്റേഴ്സ്. പ്രീ ഓപ്പറേറ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റൻസീവ് മോട്ടറൈസിങ് ആവശ്യമാണ്. ന്യൂറോളജിക്കൽ ആൻഡ് വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുക. അൺഅഫക്റ്റഡ് സൈഡിൽ കുട്ടിയെ കിടത്തുക. ടു പ്രിവെൻറ്റ് എനി പ്രഷർ ഓൺ ദ വാൽവ്. ടേക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. ഹെഡ് സർക്കംസ്റ്റൻസ് മോണിറ്റർ ചെയ്യുക. ഡ്രസ്സിംഗ് പ്ലേസസിൽ ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മെഡിക്കേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്യുക. ക്ലയൻറ്റ് എഡ്യൂക്കേഷൻ നൽകുക. ഹെഡേക്ക്, ലെതാർജി, ഇറിറ്റേഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് നമുക്കിതിൽ നോക്കാനുള്ളത്.